ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഇപ്പൊ നനച്ചുകുളിപ്പണിന്റെ ഒരു തിരക്കിലാണ് അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ ഞങ്ങളും ഒരു നല്ലൊരു പണിയിൽ കുടുങ്ങി കിടക്കാണ്. നോമ്പിന് പണി തീർക്കാതെ കരുതിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, പിന്നെ നോമ്പിനെ ആകുമ്പോഴത്തേക്ക് പണി തീർക്കാന്ന് കരുതിയിട്ട് നമ്മൾ കിച്ചണിൽ ചെറിയ സ്പേസേ ഉള്ളൂ കിച്ചണിൽ. അപ്പൊ കിച്ചണും കൂടി ഒന്നാക്കി എടുക്കാൻ ഇവിടെ അങ്ങോട്ട് തട്ടിയിട്ട് ഇതൊക്കെ പൊളിച്ചിട്ട് ഇവിടെ ടൈലിടാന്നൊക്കെ വിചാരിച്ചു നിന്ന്. എന്തൊക്കെ പൊളിക്കാൻ എളുപ്പമാണല്ലോ, പണ്ടാരോ പറഞ്ഞപ്പോലെ പൊളിച്ചിടാനെല്ലാം എളുപ്പമാണ്. പൊളിച്ചു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ടൈൽസ് അവര് പുറത്തടുക്കളയിലിട്ടപ്പോ പിന്നെ അവരെ കാണാനില്ല കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഈ ഗ്യാസും അടുപ്പായിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയും, സഞ്ചരിക്കുന്ന കുക്കിംഗ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പൊ കുറെ ദിവസമായി ഞാനൊരു വ്ലോഗൊക്കെ ചെയ്തിട്ട്, കുറെ ദിവസമല്ല മാസങ്ങളായി വ്ലോഗൊക്കെ ചെയ്തിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടോ. നല്ല തിരക്കിലായിരുന്നു. എവിടെയും നിങ്ങളുടെ ചാനലിൽ എത്തിപ്പെടാനൊന്നും കഴിയുന്നില്ല, അത്രക്ക് തിരക്കിലായിരുന്നു. അപ്പൊ ഞാനിന്ന് രാത്രി പത്തിരിയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഉണ്ടാക്കുന്ന എല്ലാം കഴിഞ്ഞ് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇതുവരെ കിടന്ന് അതായത് പുകഞ്ഞു പോയി. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ അവസ്ഥ കേട്ടോ. അപ്പൊ അതാ എല്ലാം പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാത്രങ്ങളൊക്കെ ഒരുവിധമൊക്കെ പുറത്തേക്ക് കൊണ്ടിട്ടതായിരുന്നു, ഒക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്ത് കാട്ടിയിട്ടുള്ളത്, എന്താണ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. മക്കളൊക്കെ അവിടെ ഇവിടെ കണ്ടില്ല, ഇവിടെ പുറത്തൊക്കെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പൊളിച്ച് അവിടെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഡെയിലി ഇങ്ങനെ പണിക്കാറുള്ളതുകൊണ്ട് തന്നെ അകത്തുള്ള പണിയായതുകൊണ്ട് പിന്നെ എത്ര വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് ക്ലീൻ ആവുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതാ ഇഷ്ടം പോലെ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. റാക്കുകളൊക്കെ പൊളിച്ചതാണല്ലോ, ഇനിയിപ്പോ എല്ലാം കലക്കം നന്നായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം എടുത്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കിച്ചണിൽ മൊത്തം മരത്തിന്റെ കബോർഡായിരുന്നു കേട്ടോ. അപ്പം ഈ വീട് നമ്മള് വാങ്ങിയതായിരുന്നു, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീടല്ലായിരുന്നു, കുറച്ച് കൊല്ലം മുമ്പേ വാങ്ങിയതായിരുന്നു. അപ്പൊ ഇവിടെ മരത്തിന്റെ കബോർഡായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നു. അത് മൊത്തം എന്താ പറയാ ചെതിലൊക്കെ വന്ന് നശിച്ച്, പിന്നെ ഇതിന്റെ ഉള്ളിൽ മൊത്തത്തിൽ എലികളുടെ ഒരു വാസസ്ഥലമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ തട്ടിക്കൊഴിച്ചപ്പോ തന്നെ ഒരു വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കുന്ന അവിടെ പെങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ കുറച്ചു ദിവസം വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് അവിടെ വെച്ചതാണ് കേട്ടോ. ഇവിടെ പിന്നെ തെങ്ങും പ്ലാവും അങ്ങനെയൊന്നുമില്ല, 2 തെങ്ങേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഈ അടുത്ത് മുറിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ചക്കയൊക്കെ ഇതാ അവിടെ വെച്ചിട്ടുണ്ട്, നന്നായി മൂത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 ദിവസം കൊണ്ട് കഴിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നാസിമോൻ ഇതാക്കുന്ന വീഡിയോ പിടിക്കുന്ന ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അവര് നല്ല ഇഷ്ടമാണ് കേട്ടോ വീഡിയോ പിടിക്കാനായിട്ട്. എന്ത് കൈകിട്ടാണ് സ്റ്റോർ റൂമിൽ ഒരു കള്ളം കയറിക്കുന്നു കേട്ടോ. സ്റ്റോർ റൂമിൽ കള്ളം കയറിക്കുന്നേ. ഓക്കെ, സ്റ്റോർ റൂമിൽ കള്ളന് ആസി ഇവിടെ ഓക്കെ. സ്റ്റോർ റൂമിൽ കള്ളനാടാ. ചെറിയ ആള് നല്ല വികൃതിയാണ് കേട്ടോ. പിന്നെ ഇതാക്കുന്ന രണ്ടാമത്തെ മോൻ ഇതാക്കുന്ന അവിടെ അവനിവിടെ ഊഞ്ഞാൽ അടിക്കൊണ്ടിരിക്കുക. ചെറിയ മോൻ ഇരുത്താൻ വേണ്ടി ഇവിടെ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് ഇതിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. മൂത്ത ആള് ഇതാക്കുന്ന അവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ്. പിന്നെ പാത്രമൊക്കെ എന്ത് കഴുകി വെച്ചിട്ടുണ്ടാ, കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എല്ലാം വലിച്ചിടാൻ വേണ്ടി അവന് ഡോർ അടയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ, ലൈറ്റ് ഓഫ് ആക്കിക്കാൻ, കുറച്ച് പേടിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവനെന്നെ സ്വന്തം വാതിലടിച്ചിട്ടോ. പിന്നെ അവന് പേടിയായി. ലൈറ്റ് ഓഫ് ആക്കിക്കാം. അപ്പൊ അങ്ങനെ എന്താ നോക്കാം. ലൈറ്റ് ഓഫ് ആക്കട്ടെ, ഓഫ് ആക്കട്ടെ. ഫോണിന്റെ ലൈറ്റ് ഉണ്ട് ഇല്ലേ, അതിനെ കൂടെ ലൈ ഉറക്കുന്നത്. ഇപ്പൊ മുറ്റത്തിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതാണ് കേട്ടോ. മുകളിൽ 2 ബാത്റൂം നന്നാക്കിയിട്ടുണ്ടായിരുന്നു, ഒക്കെ കുത്തി പൊളിച്ച് ടൈൽസ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസ്ഥയാണ് കാണുന്നത്. ഇത് ഉമ്മയും മോനും കൂടി രാവിലെ നൂൽപ്പെട്ട് ഉണ്ടാക്കുന്ന അവസ്ഥയാണ് കേട്ടോ കാണുന്നത്. 2 പേരും കൂടി നൂൽപ്പെട്ടിന്റെ അച്ചമൊക്കെ ഇടുന്ന വല്ലിടുകയാണ്. അപ്പൊ ഓനെ നൈഫ് പറഞ്ഞ് മൂത്ത മോൻ പറഞ്ഞെന്ന് നൂൽപ്പെട്ട് വേണം, അങ്ങനെ അത് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പൊ ചായയൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് നാസിഫ് മോനെ എണീറ്റിട്ടുണ്ട്. പിന്നെ അവനെ കിടന്ന് കരച്ചിലാണല്ലോ, പിന്നെ അവനെ എടുത്തേരാണ് അവനെ കുറച്ചൊന്ന് സമാധാനമായിട്ടോ. അപ്പൊ ഇതാക്കുന്ന ഇവിടെ ഡൈനിങ് ഹാളിലെ ഓഫീസ് റൂമിൽ ഇവിടേക്ക് ഡോറില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഡോറ് വെക്കാന്ന് വിചാരിച്ച് ആശാരി അളവെടുക്കുകയാണ്. പിന്നെ ഇതാക്കുന്ന
അവന് രാവിലെ എണീറ്റ ചില ദിവസം നല്ല മൈൻഡാണ്, ചില ദിവസം ഇതാണ് കളി കേട്ടോ. നിലത്ത് കിടന്നങ്ങോട്ട് വെച്ചാളാണ്, എടുത്തിട്ടില്ലെങ്കിലും ഒരു രക്ഷയില്ല. ഒറ്റയാൾ അവിടെ കിടന്നിട്ട് TV കാണുന്നുണ്ട്. പിന്നെ അതവിടെ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കേട്ടോ. മൂത്താളിതാ വരുന്നുണ്ട്. അപ്പോൾ ഉമ്മ വന്ന് വിളിച്ച് കൈയാട്ടി വെക്കിട്ടോ, എന്നിട്ടും വരുന്നില്ല. പിന്നെന്താണ് അവനക്ക് എന്തോ വയ്യായി ഉണ്ട് കേട്ടോ, മേലൊക്കെ ഒരു ചോറി ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ പണിക്കാരിന്ന് മൂന്നാൾക്കാരുണ്ട് കേട്ടോ, 4 ആൾക്കാരുണ്ട്. ആശാരിമാരൊക്കെയാണ്, ജനലും വാതിലൊന്നും തുറക്കുന്നില്ലായിരുന്നു, അതൊക്കെ അവന് ശരിയാക്കി പിന്നെ ഒക്കെ ഒന്ന് ചിപ്പിലെന്താൻ വേണ്ടി നിൽക്കുകയാണ്. നെയിൻ ഇതാക്കുന്ന TV അവൻ്റെ സ്കൂളത്തെ ഡാൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് അങ്ങനെ അതിൽ നോക്കി ഇങ്ങനെ കളിക്കാണ് കേട്ടോ. ലൈഫ് നല്ല സങ്കടത്തിൽ തന്നെയാണ് രാവിലെ തന്നെ. പിന്നെ ഇതാക്കുന്ന ആശാരിമാരിങ്ങനെ ഇതാക്കിയിട്ട പൊടി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക്. ഇങ്ങനത്തെ പൊടിയൊക്കെ കാണുമ്പോൾ ഒന്ന് എഴുതി വെക്കാൻ തോന്നില്ല. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് എഴുതി വെക്കുകയാണ് കേട്ടോ. ലൈഫ് അവനൊരു ദിവസം ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിപ്പോൾ TV അങ്ങനെ കണ്ടപ്പോൾ അവന് ടെൻഷനായി, അങ്ങനെ കരുതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാന്തളാണ് കേട്ടോ കറി, അതേപോലെ പച്ചക്കായ ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചിട്ടോ. ഉപ്പേരിയൊന്നും അരിയാനൊന്നും മോന് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ മീനുള്ള മസാല ഒക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. മീൻ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് വെക്കാന്ന് വിചാരിച്ചപ്പോൾ മിക്സിന്റെ അവസ്ഥ കണ്ടില്ലേ. കഴിഞ്ഞ ദിവസം അരച്ചപ്പോൾ മിക്സിന്റെ ആ പ്ലഗിന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു പിന്നെ അതിനുള്ള കുടുങ്ങിപ്പോയിട്ടോ. ചോറും അതേപോലെ പേരൊക്കെ ഇതാക്കുന്ന ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറി വെക്കുമ്പോൾ എപ്പോഴും മീൻ കുറച്ച് മസാല തേച്ചിട്ടാണ് കേട്ടോ മീൻ അതിലേക്ക് ഇട്ടെടുക്കുക. അങ്ങനെ ആകുമ്പോൾ മീനിന്റെ പച്ചച്ചുവയും ഒക്കെ ഒന്ന് പോയി നല്ലൊരു ടേസ്റ്റും അതേപോലെ പെട്ടെന്ന് മസാല ഒക്കെ പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ പിന്നെ ഇതാക്കുന്ന പുറത്ത് നമ്മളെ ഇവിടെ ആയിരുന്നു കേട്ടോ ഒരു ബാത്റൂം ഉണ്ടായിരുന്നത്, അതൊക്കെ പൊളിച്ച് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നായിട്ട് പ്ലെയിൻ ആക്കിയിടാന്ന് വിചാരിച്ച്. പിന്നെ ഇതാക്കുന്ന നമ്മൾ പുറത്തൊരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. എന്താ വെച്ചാൽ മുകളിലുള്ള ബാത്റൂം ഒക്കെ പൊളിച്ച് അതൊക്കെ ടൈലൊക്കെ മാറ്റിയിട്ടുണ്ട്, അതൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടതാണ് കേട്ടോ. അങ്ങനെ മീനുള്ള മസാലൊക്കെ ഇതാക്കുന്ന ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത മസാല തേച്ച് മീൻ അതിലേക്ക് ഇട്ടെടുക്കുകയാണ് കേട്ടോ. മക്കൾക്കാണെങ്കിൽ ചിക്കൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ മാന്തളാകുമ്പോൾ വലിയ കുഴപ്പമില്ല, അധികം കറി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. 1 നേരം അല്ല 2 നേരമൊക്കെ കൂട്ടുകയും ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം ഒരുപാട് കറി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയാക്കി പിന്നെ അതാക്കുന്ന വറവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി കണ്ടപ്പോൾ എനിക്ക് രാവിലത്തെ ഇടിയപ്പം ഉണ്ടായിരുന്നു, അതൊന്നും കഴിക്കാൻ കൊതിയായിട്ടോ. എന്താ വെച്ചാല് രാവിലെ ഞാൻ കടലക്കറി കൂട്ടിയിട്ടായിരുന്നു കഴിച്ചത്. പിന്നെ അതിലൊക്കെ തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് കഴിച്ചത്, എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ മീൻകറി കൂട്ടി ഒന്ന് കഴിച്ചോക്കാന്ന് വിചാരിച്ചു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് പിന്നെ മക്കൾക്ക് പിന്നെ മീനായതിനെ കൊണ്ട് കുറച്ച് മുട്ടയൊക്കെ പൊരിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഇതാക്കുന്ന നമ്മളെ പച്ചക്കായ ഞാനൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.